കുറ്റിപ്പുറത്ത് ദേശീയപാതയിലുണ്ടായ അപകടത്തിന്റെ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സൂചിപ്പിച്ചു തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 3 വരി പാത ഈ റെയിൽവേ ഓർബിറ്റിന് സമീപ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ഈ രണ്ടായി ചുരുങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ അമിത വേഗതയിൽ എത്തുന്ന വാഹനങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുമ്പോഴാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ബ്രേക്ക് പ്രയോഗിക്കേണ്ടതായി വരുന്നത്. അതിനാൽ തന്നെയാണ് ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. വാഹനം ബ്രേക്ക് പ്രയോഗിച്ച് നിയന്ത്രണം വിട്ട് നിരങ്ങിയാണ് ഇത്തരത്തിൽ ഈ ബസ് തല കീഴായി മറിയുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 ബൈക്ക് യാത്രികരുണ്ട്. തലനായി വെക്കാൻ അവർ രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ബസ് തലകീഴായി മറിഞ്ഞ് ഇവർക്ക് പിറകിലായാണ് പതിക്കുന്നത് എന്നുള്ളതാണ്. വലിയൊരു അപകടം തന്നെ അത്തരത്തിൽ ഒഴിവായി എന്നുകൂടി ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിന്റെ വ്യാപ്തി തന്നെ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണിത്. കാരണം ഏറ്റവും ഒരു ഇൻഡിക്കേഷൻ ബോർഡ് അവിടെ എവിടെയും തന്നെ സ്ഥാപിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ആ ഡിവൈഡറോടോ അത്തരത്തിലുള്ള ഡൈവേർഷന്റെ ബോർഡിന്റെ സ്ഥാനത്ത് ഒരു കോഷൻ ബോർഡ് അനിവാര്യമായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. റെയിൽവേ ഓർബിറ്റാണ് ഇതിന് മുന്നിലായി കാണുന്നത്. ഇത് സമീപം സർവീസ് റോഡില്ല. അതിനാൽ തന്നെ ഈ 3 വരി പാത 2ആയി ചുരുങ്ങുന്ന നിലയിലേക്ക് എത്തുമ്പോൾ വാഹനങ്ങൾ വേഗത നിയന്ത്രിക്കേണ്ടതായി വരുന്നു. അത്തരത്തിൽ വേഗത നിയന്ത്രിച്ചതാകാം ഇത്തരത്തിൽ ബ്രേക്ക് പ്രയോഗിക്കേണ്ടി വന്നതും വാഹനം ഇങ്ങനെ തെന്നി മാറി ഇത്തരത്തിൽ തലകീഴായി മറിയുന്ന ഒരു സാഹചര്യം കാണുന്നതും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പൂജ.